ഹലോ ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. കറൻ്റ്ലി നമ്മുടെ കയ്യിൽ ഒരു ഡയറി മിൽക്ക് ഉണ്ട്. ഡയറി മിൽക്ക് റോസ്റ്റഡ് ആൽമണ്ട്. ഈ സാധനമുണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പം എന്തിനാന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എന്നെ പണ്ടൊരു എൻ്റെ അടുത്തൊരു മിസ് പറഞ്ഞു, നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യുമല്ലോ, ചെറിയൊരു അച്ചീവ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മളൊരു ചെറിയ രീതിയിലൊരു ചോക്ലേറ്റോ ഫ്രൈസോ എന്നൊരു രീതിയിൽ സംഭവം ഒരു അച്ചീവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈസ് അങ്ങനെ കിട്ടുമല്ലോ. അതേപോലെ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ് തരാം. അതുപോലെയായിരുന്നു ഇന്നത്തെ ഇത് ഫ്രിഡ്ജിൽ കടന്നുകൊണ്ട് ഞാൻ പിന്നെ ട്രീറ്റായിട്ടൊരു വീഡിയോ എടുത്തതാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു നമുക്കങ്ങനെ ഫൈനലി നമ്മൾ വലുതായിട്ടല്ല, ഒരു മോണിറ്റൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്റ്റാർട്ടിങ് ഫേസ്, ഒരു പെർസെൻറ്റേജ് നമ്മൾ കംപ്ലീറ്റ് ആയി. മോണിറ്റൈസേഷൻ്റെ 4000 വാച്ച് അവറാണ്. 4000 വാച്ച് അവറൊന്നും ആയിട്ടില്ല, ബട്ട് 4000 വാച്ച് അവറിൻ്റെ 1%, ഏകദേശം 1% നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ബട്ട് നമ്മൾ ആദ്യം ഒരു ഓൾമോസ്റ്റ് ഒരു 40 മണിക്കൂറിൻ്റെ അടുത്ത് വാച്ച് അവർ കിട്ടി. പിന്നെ അടുത്ത സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് അച്ചീവ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ 400 വാച്ച് അവർ. 400 എത്തി, പിന്നെ 1000, പിന്നെ 4000. വാവ്, അങ്ങനെ വേണ്ടേ? അപ്പോൾ ചെറുതെന്ന് നമ്മൾ വലുതിലോട്ട് പോവുക, അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് ഇപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ അവസ്ഥ. പിന്നെ എനിക്ക് അത്യാവശ്യം കുറേ ഫ്രീ ടൈം കറൻ്റ്ലി ഉണ്ട്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇത് ഡെയിലി കഴിയും. കുറേ ദിവസമായി ഫ്രിഡ്ജിലിങ്ങനെ ഇരിക്കുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു കഴിക്കേണ്ട ഒരു സമയമുണ്ടല്ലോ, ലൈക്ക് എന്താ പറയുക, ഒരു പെർസെൻറ്റേജ് എങ്കിലും കംപ്ലീറ്റ് ആയതിനു ശേഷം കഴിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് പൊട്ടിക്കാത്തത്. എനിവേ, ഡയറി മിൽക്ക് എന്തും ഒരു വീക്ക്നെസ് ഉണ്ട്. ഡയറി മിൽക്ക് എന്നല്ല, ഓൾമോസ്റ്റ് അധികം ചോക്ലേറ്റ് എനിക്ക് ചോക്ലേറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സാധനം എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഇട്ട് ഒരു കളിയില്ല. ബട്ട് എല്ലാ ചോക്ലേറ്റും എനിക്ക് ഇഷ്ടമാണെന്നില്ല. ചില ചോക്ലേറ്റ്സ് മാത്രമേ എനിക്കങ്ങനെ ഇഷ്ടമുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഡയറി മിൽക്ക്, പിന്നെ ഗാലക്സി, പിന്നെ 2-3 ചോക്ലേറ്റ്സ് ഉണ്ട്, ഞാൻ പേര് പറഞ്ഞു. പോയിക്കും ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തോണ്ട് കുറച്ച് കട്ടിയുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കുന്ന ഒരു മെൽറ്റാവുന്ന ഇതുണ്ടല്ലോ, ഭയങ്കര കിട്ടുമ്പോൾ തന്നെ മെൽറ്റ്, അങ്ങനത്തെ ഫീൽ വേണം കഴിക്കാൻ. അതിൻ്റെ ചോക്ലേറ്റിൻ്റെ ഫുൾ സംഭവം അറിയും. അത് നമ്മൾ ആകണം. എനിക്കിന്ന് പറയാനുള്ളത് വേറൊന്നുമല്ല, നമ്മുടെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഡയറി മിൽക്ക് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വെച്ചിട്ടാണ്. ഡയറി മിൽക്ക് കഴിക്കുന്നത് ചെറുതായിട്ടൊരു അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 40 വാച്ചവറിൻ്റെ അടുത്തെങ്കിലും എത്തിയിട്ടുണ്ട്. എനിവേ, എൻ്റെ ചാനൽ അത്ര വലുതുമില്ല, നമ്മളിങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ഫേസിലാണ്. ഐ തിങ്ക് പണ്ട് ഞാൻ കുറേ ചാനൽ തുടങ്ങിയിട്ട് പൂട്ടിപ്പോയിട്ടുണ്ട്. തുടങ്ങും ഡിലീറ്റ് ആക്കും. അങ്ങനെ ലാസ്റ്റ് കുറച്ച് ക്ലിക്കായ ചാനലായിരുന്നു ഇത്. അപ്പോൾ ഇത് വീണ്ടും കുറച്ച് എനിക്കൊരു ഗ്യാപ്പ് വന്നു. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യലുള്ളതാണ്. യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം റീൽസും ഇൻഫ്ലുവൻസേഴ്സും. നമ്മൾ അല്ലെങ്കിൽ മക്കളെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് തുടങ്ങാണ്ടിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയൊക്കെ തുടങ്ങാം. മേ ബി ഞാൻ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്കായി കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടി, പിന്നെ നമുക്ക് വേറെ വ്യൂസ് കിട്ടി, വാച്ചോട് കൂടി മോണിറ്റൈസ്ഡായി. യൂട്യൂബിൽ കുറേ പൈസ എല്ലാം കിട്ടി.
കുറേ റിച്ച് സെറ്റപ്പിലായി. കുറച്ചുകൂടി നല്ല വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഷോർട്ട് വീഡിയോസ്, വ്ളോഗ്സ്, കുറേ സാധനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ സാധനം ചെയ്ത് നമ്മൾ വലിയൊരു സംഭവം എന്നൊക്കെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഐ ഹോപ്പ് നമ്മൾ ആവണം. കാരണം എനിക്കെന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ളൊരു ചെറുതായിട്ടൊരു പരിശ്രമമെങ്കിലും നടക്കണം. യൂട്യൂബ് എന്നതാണ് സംഭവം എനിക്ക് പണ്ട് മുതലേ ഒരു ഇൻട്രസ്റ്റ് ഉള്ള സംഭവമായിരുന്നു. ടു ബി ഓണസ്റ്റ്, എനിക്ക് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം, കുറച്ച് നല്ല വീഡിയോസ് ഇടണം, ഇട്ടിട്ട് കയറണം, മോണിറ്റൈസ്ഡ് ആവണം, പൈസ ഉണ്ടാക്കണം എന്നൊരു മെൻറ്റാലിറ്റി പണ്ടേ എനിക്കുണ്ടായിരുന്നു. ബട്ട് ആ സമയത്ത് ആരും എനിക്കൊരു വേണ്ടത്ര പ്രോത്സാഹനം തരാത്തതുകൊണ്ട് ഞാൻ തുടങ്ങിയിട്ടില്ല. ഒന്നേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മൈബി ഈ സമയത്തെല്ലാം ഞാൻ ആരായനെ. തുടങ്ങിയ നമ്മൾ ഉദ്ദേശിച്ച പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അധികം ചാനൽ ചിലപ്പോൾ നിർത്തിപ്പോവും. അങ്ങനെ നിർത്തിപ്പോയാൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ മേ ബി വൺ ഡേ അപ്പോൾ കുറേ ചാനൽസ് കണ്ടു, കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്കി. റീസെൻ്റാണ് മോണിറ്റൈസേഷൻ ക്യാഷ് കിട്ടാൻ 100-200 വീഡിയോസ് ഇട്ടതിന് ശേഷം മോണിറ്റൈസ് ആയ ചാനലുണ്ട്. 1000 വീഡിയോസ് ഇട്ടതിന് ശേഷം 1000-ൻ്റെ അടുത്ത് വീഡിയോസ് ശേഷം മോണിറ്റൈസ് ആയി സാലറി 1-2-3 മാസം കിട്ടിയ ചാനലുണ്ട്. കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഫീൽഡ് ഒരു കോമ്പറ്റീഷൻ ഫീൽഡുണ്ട് ഗൈസ്. പെട്ടെന്നൊന്നും നമ്മൾ പിടിച്ചു തരാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ എന്തിനാണെന്ന് പറയാമെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലുള്ള കാര്യം ഇങ്ങനെ പറയുന്നു. ബട്ട് മെയിൻലി എനിക്ക് പറയാനുള്ളത് ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗൈസ്. ഞാൻ എല്ലാവർക്കും ചോക്ലേറ്റ് കഴിക്കില്ല, ബട്ട് ഇടയ്ക്ക് ചോക്ലേറ്റ് കഴിക്കും. ഇറ്റ്സ് കൈൻഡ് ഓഫ് മൈ ഫേവറേറ്റ് തിങ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇനിയും വളരും എന്നൊരു വിശ്വാസം ഇപ്പോൾ ചെറുതായിട്ടുണ്ട്. മേ ബി ഇന്നല്ല, നാളെയല്ല, മറ്റന്നാളാവില്ല, ചിലപ്പോൾ ഈ വർഷം ഉണ്ടാവില്ല. മേ ബി ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ പോലും ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ എൻ്റെ ചാനലെത്തില്ല. ബട്ട് ഐ അഷ്യൂർ യു ദാറ്റ് നമ്മുടെ ചാനൽ അത്യാവശ്യം ഒരു ലെവലിലെത്തും. അല്ലാതെ എന്താ പറയുക, സ്വന്തത്തോടെ ഇത്രയുള്ളൂ ഗൈസ്. ബൈ.